പ്രീമിയം, യു ഷുഡ് ഹാവ് എ പ്രീമിയം മൈൻഡ് സെറ്റ്. നമ്മുടെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിന് പറയുന്ന പേരാണ് വെൽത്ത് ട്രിഗേഴ്സ്. എന്താണ് വെൽത്ത് ട്രിഗേഴ്സ്? സമ്പത്ത് നമ്മളിലേക്ക് അടുപ്പിക്കുന്ന ചില സാധനങ്ങൾ നമ്മുടെ വീട്ടിലിരിപ്പുണ്ട്. അതെ, വല്ലവന്റെയും പ്രാക്ക് കിട്ടിയ സാധനമാണെങ്കിൽ വെൽത്ത് ട്രിഗർ അല്ല, അതിന്റെ പേര് പോവർട്ടി ട്രിഗർ. ദാരിദ്ര്യം ഓരോ തവണ അത് കാണുമ്പോഴില്ല, ജൂനിയർ മാൻഡ്രേക്ക് സിനിമയ്ക്കകത്ത് കൂട്ട് പണി മേടിച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കും. ആ ഇടിയിട്ട് മേടിച്ച 2 മത്തിയുണ്ടല്ലോ ഒമ്മിച്ച ദഹിക്കത്തില്ല. വെൽത്ത് ട്രിഗേഴ്സ് എന്തൊക്കെയാ? ഇപ്പൊ എൻ്റെ ദേഹത്ത് നോക്കിയാൽ റോളക്സിന്റെ വാച്ച്, ഇറ്റ്സ് എ വെൽത്ത് ട്രിഗർ. ഞാൻ ഇങ്ങോട്ട് നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് മൈൻഡ്, ഒരു പ്രീമിയം മൈൻഡ് സെറ്റ്. ഇതിലേക്ക് നോക്കുമ്പോൾ, എൻ്റെ കോസ്റ്റ്യൂമിലേക്ക് നോക്കുമ്പോൾ, എൻ്റെ ഷൂയിലേക്ക് നോക്കുമ്പോൾ, ഓൾ ദീസ് ആർ പ്രീമിയം. എൻ്റെ മനസ്സിൽ എന്താ? ഐ ഹാവ് എ പ്രീമിയം മൈൻഡ് സെറ്റ്. ഇനി കാലയിലോട്ടും ദേഹത്തോട്ടൊക്കെ നോക്കിക്കേ, ഞാനൊന്നും പറയുന്നില്ല, ഇന്ന് കൊണ്ടുവന്ന ബാഗൊക്കെ ഒന്ന് നോക്കിക്കേ. അപ്പൊ ഒന്ന്, ദ റൈറ്റ് മൈൻഡ് സെറ്റ്. എന്ത് വേണം? നല്ല മൈൻഡ് സെറ്റ്, പ്രീമിയം മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലേ പ്രീമിയം വിൽക്കാൻ പറ്റൂ. 2, ദ റൈറ്റ് എൻവയോൺമെന്റ്. ദ റൈറ്റ് എൻവയോൺമെന്റ്. എന്താണ് ഈ പ്രോഗ്രാം ഇന്ന് ഹയാത്തിൽ നടത്തുന്നത്? എന്താ ഇതുകൂട്ടുള്ള ആംബിയൻസ് ഉണ്ടാക്കിയിട്ടിട്ട് നടത്തുന്നത്? ഇതിന്ന് തൃശ്ശൂരിലെ ടൗൺ ഹാളിലാണ് നടത്തിയിരുന്നെങ്കിലോ? എൻവയോൺമെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 3, ദ റൈറ്റ് കോച്ചിങ്. ദ റൈറ്റ് കോച്ചിങ്. ആരിൽ നിന്ന് പഠിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോച്ച്, ദ റൈറ്റ് കോച്ച്. ജീവിതത്തിൽ സക്സസ് ആയുള്ളവരെ എടുത്തു നോക്കുന്നേ, എല്ലാവർക്കും ഒരു കോച്ച് ഉണ്ടായിരിക്കും. കോച്ച് ഇല്ലാതെ സക്സസ് ആയ ഒരാളെ കാണിച്ചു തരാമോ ജീവിതത്തിൽ? ഇല്ല. ഷോ മീ യുവർ കോച്ച്, ഐ വിൽ ഷോ യു യുവർ ഫ്യൂച്ചർ. നിങ്ങളെ ഇപ്പൊ ഈ ബിസിനസ്സും സെയിൽസും ഒക്കെ പഠിപ്പിക്കാൻ വരുന്നവരുണ്ടല്ലോ, അവരുടെ ലൈഫ് നിങ്ങളൊന്ന് നോക്കണം. അവൻ എന്ത് നേടിയിട്ടുണ്ട് എന്നൊന്ന് നോക്കണം. അവൻ എത്ര വിൽക്കാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾ നോക്കണം. എന്നിട്ട് തീരുമാനിക്കണം അവരിൽ നിന്ന് പഠിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇവരെല്ലാവരും പറയുന്നത് എന്തോ? കസ്റ്റമർ ഈസ് ദ കാലൻ. മുടിഞ്ഞു പോയിട്ടുള്ള എല്ലാ ഏജൻസിനോടും, മുടിഞ്ഞു പോയിട്ടുള്ള എല്ലാ ബിസിനസ്സുകാരോടും ചോദിക്കണം കസ്റ്റമർ ഈസ് ദ കിങ് ആണോ എന്ന്. അവർ പറയും യാഥാർത്ഥ്യം. കസ്റ്റമർക്ക് വാല്യൂ കൊടുത്തുകൊണ്ട് വില കൂട്ടി വിൽക്കണം. വില കൂട്ടി വിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ കസ്റ്റമറെ സെർവ് ചെയ്യുന്നത്. വില കുറച്ച് വിൽക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അവന് കൊടുക്കുന്ന എല്ല് കഷ്ണത്തിലെ അവസാന കഷ്ണ ഇറച്ചിയും നിങ്ങൾ വടിച്ചു കോരിയിട്ട് എല്ല് മാത്രമേ ഇട്ട് കൊടുക്കൂ. ശരിയാണോ? ബട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിലോ എല്ലെടുത്തിട്ട് കൊടുക്കുക, അതിൽ ഇത്തിരി ഇറച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ലെന്നേ. റൈറ്റ് മൈൻഡ് സെറ്റ്, റൈറ്റ് എൻവയോൺമെന്റ്, റൈറ്റ് കോച്ചിങ് ആൻഡ് റൈറ്റ് സ്കിൽ സെറ്റ് ഈക്വൽസ് ഗ്യാരണ്ടീഡ് സക്സസ്. I guarantee your success if you follow these 4. ഒരു റൈറ്റ് മൈൻഡ് സെറ്റ്, ഒരു റൈറ്റ് എൻവയോൺമെന്റ്, ഒരു റൈറ്റ് കോച്ച്, ഒരു റൈറ്റ് സ്കിൽ സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. ഈ 4 കാര്യങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെ 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 ശ്രദ്ധിച്ചിരിക്കണം. മൈൻഡ് സെറ്റ്, എൻവയോൺമെന്റ്, കോച്ച് ആൻഡ് യുവർ സ്കിൽ സെറ്റ്. എക്സ്ട്രീംലി കെയർഫുൾ ആയിരിക്കണം. ഒരാളും എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ തലയ്ക്കകത്തേക്ക്, എൻ്റെ ചെവിയിലേക്ക് ഒരു കാര്യവും എത്തിക്കാൻ ഞാൻ അനുവാദം കൊടുത്തിട്ടില്ല. റേസ് യുവർ സ്കിൽ ആൻഡ് റേസ് യുവർ പ്രൈസ്. പ്രൈസ് കൂടുമ്പോൾ പ്രോഫിറ്റ് കൂടും, പ്രോഫിറ്റ് കൂടുമ്പോൾ ലൈഫ് മാറും. ലൈഫ് മാറ്റിയ ആളാണെന്ന് ഇന്ന് പറയുന്നത്. സോ ഡോണ്ട് അലോ എനിവൺ ടു ഡംപ് their നെഗറ്റിവിറ്റി ഇൻ യു. എൻ്റെ ജീവിതത്തിൽ നീ ഡംപ് ചെയ്യണ്ട. ഇനി പറയാനുള്ള ചങ്കൂറ്റം വേണം. അത് സ്വന്തം വാപ്പയോടാണെങ്കിലും. അന്നേ വിജയിക്കൂ ജീവിതത്തിൽ.